സോ ഗേസ് ഇവർ രണ്ടുപേരും ഇനാഗ്രേഷൻ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് ഓൾമോസ്റ്റ് ഫുൾ ഇനാഗ്രേഷൻ തന്നെ. മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ പഴയകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തലമുറകളായിട്ട് പൈസ ഉണ്ട്. അപ്പോൾ അത് തന്നെ പുള്ളിക്കാരൻ പിന്നെ വെള്ളമായിട്ട് ഇറങ്ങിയിട്ട് എല്ലായിടത്തും ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞ് പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് വരുമ്പോഴായാലും ബോച്ച വരുമ്പോഴായാലും ഈ ബോച്ചയുടെ ഇനാഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 10-20 ഡബിൾ മീനിങ് അടിക്കും. അത് പുള്ളിക്കാരൻ കാണാതെ പഠിച്ചിട്ട് പറഞ്ഞായിരിക്കും, ചില ആരെയും പഠിപ്പിച്ച് കൊടുക്കണമായിരിക്കും, അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസും ബോച്ചയും തമ്മിലൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ബോച്ച പറയണ എനിക്ക് കുന്തി ദേവിയെ ഇഷ്ടമാണ് ഹണി റോസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉച്ചരിക്കുകയാണ്. അത് ഉച്ചരിച്ചപ്പോഴത്തേക്കും ഹണി റോസ് ചെറു പുഞ്ചിരിയോടെ മാറി നിന്നു. ഓക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ബോച്ച പിന്നെയും പറയണം ഒരുപാട് കുന്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ കുന്തി ദേവി എന്ന് പറയണത്. അന്ന് പിന്നെയും പറയാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പറയാതെ അല്ലാതെ ഇങ്ങനെയൊക്കെ കൊള്ളിച്ച് പറയുന്നു. അത് ഹണി റോസിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹണി റോസ് പരാതി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞ് പടത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹണി റോസ് ഒരു 3 പേജ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സംഭവം ഇതാണ് വിഷയം. സംഭവം നമുക്കിത് ചെക്ക് ചെയ്യാൻ നിങ്ങളെ ഇഷ്ടം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് എന്ന് പറയുന്ന പുള്ളിക്കാരെന്ന് വെച്ചാൽ ഇനാഗ്രേഷൻ കൊണ്ട് മാത്രമാണ്, ഇനാഗ്രേഷൻ അല്ല ഈ പൈസയുടെ അഹങ്കാരവും പിന്നെ ഡബിൾ മീനിങ് ഇതൊക്കെ സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെ കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത് എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു എന്ത് വീഡിയോ ആയാലും എന്ത് തന്നെ ആയാലും അത് എന്ത് പറയാൻ ആൾക്കാരുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തിട്ട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണം പറയണല്ലേ, ഞാൻ എന്തിട്ട് പറയാം. ഇപ്പോൾ ബോച്ചയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ എല്ലാ റീലെടുത്താലും മനസ്സിലാവുന്ന എന്ത് പുള്ളിക്കാരെ എല്ലാം ഡബിൾ ചെയ്യില്ല. പുള്ളിക്കാരൻ ഇന്നേ വരെ ഒരിക്കലും നല്ല രീതിയിൽ ഒരു വാക്കുകൾ പറഞ്ഞിട്ടില്ല. കോൺഗ്രൂ ബോച്ചെ ഇത് മാത്രമാണ് പുള്ളിക്കാരെ കറക്റ്റായിട്ട് പറയണം. സോ ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, പറയൂ, അഭിപ്രായങ്ങൾ പറയൂ.